DMKയിൽ തലമുറ മാറ്റത്തിന് അരങ്ങൊരുങ്ങുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ വിദേശ സന്ദർശനത്തിന് പോകും മുൻപ് പകരം മന്ത്രിയുമായ ഉദയനിധി സ്റ്റാലിന് ഉപമുഖ്യമന്ത്രി പദവി നൽകിയേക്കും. DMK മഹാസമ്മേളനത്തോടെ ഉദയനിധിയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനും നീക്കം. വിനയ് ഉന്നയിച്ചിരുന്നുണ്ട്. വിനയ്, അത്ഭുതങ്ങളൊന്നും സംഭവിക്കുന്നില്ല, നേരത്തെ തന്നെയൊക്കെ പ്രതീക്ഷിച്ച കാര്യങ്ങളാണ്. അതിനെ എങ്ങനെയാണ് അതിൻ്റെ വേദികളൊക്കെ ഒരുക്കുക ഉദയനിധിക്ക് വേണ്ടി എന്നുള്ളതാണ്. പ്രജീഷ്, നേരത്തെ സനാതന ധർമ്മ പരാമർശ വിവാദത്തിൽ തന്നെ ഉദയനിധിയുടെ ഒരു രാഷ്ട്രീയ ഇമേജ് വർദ്ധിച്ചതായി DMK കണക്ക് കൂട്ടിയിരുന്നു. മാത്രമല്ല, ചെന്നൈയിലും തെക്കൻ തമിഴ്നാട്ടിലും ഉണ്ടായ പ്രളയക്കെടുതിയിൽ ഉദയനിധിയുടെ നേതൃത്വത്തിലാണ് DMK സർക്കാർ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് പല മന്ത്രിതല ചർച്ചകളിലും മീറ്റിങ്ങുകളെല്ലാം തന്നെ ഉദയനിധിയായിരുന്നു അതിൻ്റെ അധ്യക്ഷൻ. ഈ ഒരു സമയത്താണ് ഉദയനിധിയെ ഉപമുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തിക്കാനുള്ള ഒരു നീക്കം DMKയിൽ നടക്കുന്നത്. പ്രധാനമായും സ്റ്റാലിൻ ഈ മാസം അവസാനം വിദേശ സന്ദർശനത്തിന് പോവുകയാണ്. ജപ്പാൻ, സ്പെയിൻ എന്നീ രാജ്യങ്ങളിലേക്കാണ് പോകുന്നത്. അതിനു മുമ്പായി ഉദയനിധിയെ ചുമതലകൾ ഏൽപ്പിക്കും. അതിനുവേണ്ടിയാണ് ഉപമുഖ്യമന്ത്രി പദവിയിലേക്ക് ഉദയനിധിയെ എത്തിക്കുന്നതെന്നാണ് സൂചന. ജനുവരി 21-ന് സേലത്ത് DMKയുടെ യുവജന വിഭാഗത്തിന്റെ മഹാസമ്മേളനം നടക്കുന്നുണ്ട്. ഈ വേദിയിൽ DMKയിലെ നിലവിലെ മുതിർന്ന നേതാക്കൾ എത്തിച്ചുകൊണ്ട് ഉദയനിധിയുടെ പ്രവർത്തനങ്ങളെ പ്രകീർത്തിക്കാനുള്ള ഒരു നീക്കവും DMKയിൽ നടക്കുന്നുണ്ട്. അത്തരത്തിൽ DMKക്ക് നിന്നും പുറത്തുനിന്നുമെല്ലാം തന്നെ വലിയ രീതിയിലൊരു രാഷ്ട്രീയ ഇമേജ് ഉദയനിധിക്ക് കൊണ്ടുവന്ന് ഉപമുഖ്യമന്ത്രി പദവി നൽകാനാണ് ഇപ്പോൾ ഒരു നീക്കം നടക്കുന്നത്. നേരത്തെ ഈ DMKയിലെ കുടുംബ ഭരണത്തിനെതിരെ വലിയ വിമർശനങ്ങൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നു. പ്രത്യേകിച്ച് BJP ആണ് DMKയുടെ ഈ കുടുംബാധിപത്യത്തെ ശക്തമായി എതിർത്തിരുന്നത്. ഉപമുഖ്യമന്ത്രി പദവിയിലേക്ക് ഉദയനിധി എത്തുന്നതോടുകൂടി ഈ വാദങ്ങൾക്ക് കൂടുതൽ ശക്തി പകരുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ മാസം അവസാനത്തോടെ ഉദയനിധിയെ ഉപമുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തിക്കുമെന്ന് തന്നെയാണ്, അതിനുള്ള നീക്കങ്ങളാണ് DMKയിൽ നടക്കുന്നത്.